ഹലോ. അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ഉറക്കം തൂങ്ങി ഞാൻ എങ്ങടാ പോണേ. ഞാൻ ഒരു കല്യാണത്തിന് പോവാം കേട്ടോ. അപ്പോൾ കല്യാണം വയനാടാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരമുള്ളത് കാരണം ഞാൻ അത്യാവശ്യം കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാ ഒരു കോഫി കുടിക്കാൻ കയറി. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ചേച്ചി, ചേട്ടൻ, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ മക്കൾ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ കോഫി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സമയം കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കോഫി പെട്ടെന്ന് കൊണ്ടുവന്നു. സോ വേഗം കോഫി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു ഈവനിങ് 5:30 6 o'clock ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. ആദ്യം തന്നെ നമ്മൾ അമ്മൂൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. കുഴപ്പമില്ല കേട്ടോ, നല്ല റൂമൊക്കെ ആയിരുന്നു. അങ്ങനെ റൂമിലേക്ക് കയറി ഫ്രഷായി പിന്നെ റെഡിയായി. ഞാൻ ഇന്ന് പെട്ടെന്നാണ് കേട്ടോ റെഡി ആയത്. കാരണം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയും പിന്നെ അധികം മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുങ്ങാൻ അത്രയും സമയമൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ കല്യാണ വീട്ടിലെത്തിയതാ. ഇതാണ് കല്യാണപ്പെണ്ണ് അമ്മു. ഞാനും അവളും കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഞാൻ അവളെ അവളുടെ വഴിക്ക് വിട്ടു, കാരണം അവൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കില്ലാന്ന്. പിന്നെ അധികം അവളോട് സംസാരിച്ച് സമയം കളയാതെ ഞാൻ ഫുഡുള്ള ഭാഗത്തേക്ക് പോയി. അപ്പോഴേക്കും എൻ്റെ ചേച്ചിയൊക്കെ ഫുഡ് കഴിച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു, കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ റൂമിലോട്ട് പോയി. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും കല്യാണത്തിന് വരേണ്ടതാണ്, അതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കല്യാണത്തിന് പോകേണ്ടത് കാരണം ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു. എന്താണെന്നറിയില്ല, ഉറങ്ങി എഴുന്നേറ്റ എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ചുമ്മാ പറഞ്ഞു കേട്ടോ, അത് ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അപ്പോൾ കുറേ കൂടി ക്ലിയർ ആയതുപോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഭംഗി കൂടുതൽ തോന്നും. ചുമ്മാ ഒരു തോന്നൽ മാത്രമാണ് കേട്ടോ. ഇനി അധികം നേരം കിടന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പല്ലേച്ച് കുളിച്ച് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റെഡിയായി കാറിൽ കയറിയിരുന്നു. റെഡിയാവുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. അത് ഞാൻ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞ് കാറിലിരുന്ന് ഇനി ഇതേ ഓഡിറ്റോറിയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നമ്മൾ താമസിച്ചെടുക്കുന്ന കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അവിടത്തേക്ക്. നമ്മളെത്തുമ്പോഴത്തേക്കും അമ്മു എത്തിയായിരുന്നു. അവൾ ബ്രൈഡൽ ലുക്കിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഈ ഒരു വേഷത്തിൽ കാണുമ്പോൾ എല്ലാവരെയും ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അവളുടെ കൂടെ തന്നെ ഒരുമിച്ച് ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഇത് അവിടെ എത്തി. ഓഡിറ്റോറിയം അലങ്കരിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം അധികം ആർഭാടമൊന്നുമില്ല, വളരെ മിതമായ രീതിയിലുള്ള അലങ്കാരമായിരുന്നു. എനിക്കിങ്ങനെ ചെറിയ രീതിയിൽ അലങ്കരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കല്യാണത്തിന് അങ്ങനെ ഒത്തിരി ആളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള കല്യാണമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അങ്ങനെ ഫൈനലി അമ്മുവിൻ്റെ കല്യാണവും കഴിഞ്ഞു. പിന്നെ കിട്ടിയ കുറച്ച് സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും കഷ്ടപ്പെട്ട് ഒരുങ്ങിയതല്ലേ. സോ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും അമ്മുവും ചേട്ടനും കൈയൊക്കെ പിടിച്ച് ചെറുതായിട്ട് റൊമാൻസ് ഇട്ട് നിൽക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇനി ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ അവരുടെ അടുത്തേക്ക് പോയി സ്വർഗത്തിലെ കട്ടുറുമ്പായി ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇനി അടുത്തതായി എൻ്റെ കലാപരിപാടികളാണ്. ഞാൻ എവിടെ പോയാലും ഞാൻ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിൽ ഒരു ഫുൾ ഫോട്ടോയോ ഫുൾ വീഡിയോ ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് പോവാന്ന്. എൻ്റെ പിറകിൽ 2 സുന്ദരികൾ ഫുഡൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ആടിപ്പാടി വരുന്നുണ്ട്. ഇനി അടുത്ത എൻ്റെ റോഡ് ഷോ ആണ്. എന്തായാലും തിരിച്ച് റൂമിലേക്ക് നടന്നു പോവാം. അപ്പോൾ ഇച്ചിരി ഷോ ഒക്കെ ഇട്ട് പോവാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും വേഗം തന്നെ റൂമിലെത്തി ഫ്രഷായി റെഡിയായി ചെക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഒരു സാധനം കൂടെ ഉണ്ടല്ലോ.